ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ബന്ധത്തിൽ ശരിക്കും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, ഇതിവിടെ വന്നോണ്ട് ഇത് എടുക്കുന്നു. ഓക്കെ, അതായത് ഒരു സമയത്ത് സന്തോഷവും സമാധാനവുമായിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ അനുഭവിച്ചിരുന്ന ഒരു ബന്ധം നിങ്ങൾക്ക് നേരെ ഒരു വാളായിട്ട് നിൽക്കുന്ന അവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ആ ബന്ധം കൊണ്ട് മാനസിക പിരിമുറുക്കങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻസോ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പരിപാടികളോ ബന്ധങ്ങളോ കാര്യങ്ങളോ ആയിരിക്കാം നല്ല രീതിയിൽ നിങ്ങളെ ഇട്ട് ടോട്ടലി അടിച്ചുലക്കുന്ന ഒരവസ്ഥ. കാരണം നിങ്ങൾ ഒരു വളരെയധികം ആഴത്തിലുള്ള ഒരു കിണറ്റിലൊക്കെ വീണു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊരു കൈ കിട്ടാൻ, ഒരു രക്ഷപ്പെടാൻ ഒരു കൈക്ക് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. പൊതുവെ നിങ്ങൾ പറയുന്നത് ടോട്ടലി മറ്റുള്ളവരാരും ചില സമയത്ത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു സംരക്ഷണം കിട്ടാത്ത പോലെയുള്ള ഒരു അവസ്ഥയൊക്കെയാണ് കാണുന്നത്. കാരണം ഇപ്പൊ ഒരു ആഴക്കിണറ്റിൽ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീണ് കിടക്കുന്ന വ്യക്തിനെ രക്ഷപ്പെടുത്താനായിട്ട് എന്തെങ്കിലും ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആഴത്തിൽ തന്നെ കിടന്നുകൊണ്ടിരിക്കും. പക്ഷെ അത് എന്താ പറയാ, ചില ആളുകൾ ഇപ്പോഴും ഒരു എന്താ പറയാ വ്യക്തികളുടെ ഒരു സഹായം ഇല്ലാതെ കിടക്കുന്നു. ചില ആളുകൾ പല ആളുകളോടും സഹായം അഭ്യർത്ഥിച്ചിട്ടും ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അറിയിപ്പിച്ചിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളും നിങ്ങളെ എന്താ പറയാ അത് നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും, അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെയാകും ഇങ്ങനെയാകും, അങ്ങനെയൊക്കെയുള്ള ടോട്ടലി നിങ്ങൾക്ക് മനസ്സിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ അല്ല നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ പറയുന്നത്. അവര് അവിടെ ഇവിടെയും തൊടാതെയുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്തു തരുന്നത്. കാരണം അത് ശരിയാകും, ഇത് ശരിയാകും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്ന, പക്ഷെ നിങ്ങൾക്കൊരു എത്തും പിടുത്തവും കിട്ടാതെ നിൽക്കുന്ന ഒരവസ്ഥ. കാരണം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ ആരെയാണോ ആഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിബന്ധത്തിൽ ഉൾപ്പെടുത്തിയത് ആ വ്യക്തി നിങ്ങളെ എത്രത്തോളം മാനസിക പിരിമുറുക്കത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷമത്തിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെന്നൊക്കെ അറിയാം. പക്ഷെ പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു മറുമരുന്ന് കൂടി എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ ഇനിയും ഒരവസരമൊക്കെ കൊടുക്കാൻ റെഡിയാണ്. മനസ്സുകൊണ്ട് ഈ വ്യക്തി ശരിയാകുവാണെന്നുണ്ടെങ്കിൽ, ഈ വ്യക്തി വരാൻ റെഡിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊന്നും ആവർത്തിക്കില്ല എന്നുണ്ടെങ്കിൽ
വീണ്ടും ഒരു അവസരം ഒരു 80% ആളുകളും കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല. ഉള്ളിൽ ടെൻഷനാണ്. കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമല്ലോ. ഈ സിറ്റുവേഷൻസ് ഇനിയും ആവർത്തിക്കുമോ, എനിക്ക് ഒരു പ്രയോറിറ്റി തരുമോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അർഹതപ്പെട്ട കാര്യങ്ങളൊക്കെ വേറെ ആളുകളായിരിക്കുമോ ചെയ്യുന്നത്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും 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 ആവർത്തിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തരുന്നുണ്ട്. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടലുകൾ തരുന്നുണ്ട്. ഓവറായിട്ടുള്ള ഓവർ തിങ്കിങ് സ്റ്റേജിലോട്ടൊക്കെ പോകുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ട്രാവലിങ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിങ്ങിനോട് ഭയങ്കരമായിട്ട് ക്രൈസ് ഉള്ള വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തൊക്കെ പോയി ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസ് അങ്ങനെയുള്ള പരിപാടികളും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നമ്മൾ ഈ എന്താ പറയാ, നമ്മളിപ്പോ ഒരു 10 നിലയുടെ ഒരു വീട് വെച്ചു, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് വെച്ചു. ആ 10 നിലയുടെ ബിൽഡിങ്ങിന്റെ ഉറപ്പെന്ന് പറയുന്നത് 10 നില ആയിക്കോട്ടെ, 15 നില ആയിക്കോട്ടെ, ഇനി 50 നില ആയിക്കോട്ടെ, അടിത്തറയാണ് എപ്പോഴും ഉറപ്പ്. അടിത്തറക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കെട്ടി പോകുന്നതിൽ വലിയ ഉറപ്പുണ്ടാവൂല. ഏറ്റവും ബേസ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഉറപ്പ് വേണ്ടത്. പക്ഷെ ബേസ്മെന്റ് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു കാര്യമായിട്ട് ഇങ്ങനെ അകന്നു നിൽക്കുന്നത്. അടിത്തറയുടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ആണിക്കല്ല് തന്നെ ഒരു ജസ്റ്റ് ഒന്ന് തെന്നി മാറി നിൽക്കുന്ന പോലെ, ലൈറ്റായിട്ട് ഒരു തെന്നി മാറി നിൽക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നിങ്ങളുടെ ഈ ബന്ധത്തിൽ കാണുന്നത്. ഒന്നല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാം ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ്, ബുദ്ധിമുട്ടോ എന്തെങ്കിലും സംതിങ് ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ആർക്ക് എന്ത് എങ്ങനെ പ്രയോറിറ്റി കൊടുക്കണം, ആർക്ക് എന്ത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ നിർത്തണം, അതിലൊക്കെ ഏതൊക്കെ ആളുകൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ളത് ആ ഒരു തലത്തിനെ കുറിച്ച് അധികം ബോധം നിങ്ങളുടെ വ്യക്തിക്കില്ല. ആർക്ക് എങ്ങനെയൊക്കെ മനസ്സിലായോ, നിർത്തേണ്ടവരെ ഏതൊക്കെ രീതിയിൽ നിർത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങളുടെ ഈ വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പുറത്ത് നിൽക്കേണ്ടവരെ അകത്ത് നിർത്തുകയും അകത്ത് നിർത്തേണ്ടവരെ പുറത്ത് നിർത്തുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കുടുംബത്തിൻ്റെതായിട്ടുള്ള കാര്യത്തിനാണെങ്കിലും ഇനി കുഞ്ഞു കുട്ടികളുടേതായിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒരു പ്രശ്നവും ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കാരണം നിങ്ങൾക്ക് ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ആള് ഒരു ലീഡറിനെ പോലെ സംസാരിക്കുന്നതോ, നിങ്ങൾക്ക് ഒരുപാട് മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങൾ പറയുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയായിരിക്കും എന്നൊക്കെ വളരെ വളരെ രാഷ്ട്രീയക്കാരെക്കാളും പ്രസംഗത്തിൽ വരെ അവരെ തോൽപ്പിക്കുന്ന രീതിയിൽ വരെ നിങ്ങളുടെ വ്യക്തി ഘോരഘോരമായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളായിരിക്കും. പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ചെയ്തു തീർക്കേണ്ട പല ഉത്തരവാദിത്തങ്ങളായിരിക്കാം, കടമകളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അതൊക്കെ എന്താ പറയാ, ഇഴഞ്ഞു നീങ്ങുന്ന പോലെയുള്ള രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അത് നിങ്ങൾ ചെയ്തോളുമല്ലോ, നിങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഏതൊക്കെ രീതിയിൽ എന്ത് പരിപാടി ചെയ്തില്ലെങ്കിലും നിങ്ങൾ തുനിഞ്ഞിറങ്ങി പല കാര്യങ്ങളും ചെയ്യുമെന്നറിയാം. പൈസയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും, കുട്ടികളുടെ കാര്യമാണെങ്കിലും, നിങ്ങളുടെ കാര്യമാണെങ്കിലും, ഇനി കുടുംബം നോക്കേണ്ട കാര്യമാണെങ്കിലും, സ്വന്തം കാര്യമാണെങ്കിലും, നിങ്ങൾ ഇഴഞ്ഞു വലിഞ്ഞാണെന്നുണ്ടെങ്കിലും A to Z കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും ഏത് രീതിയിലാണെങ്കിലും വിഷമിച്ചിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും അത് എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്തു തീർക്കുമെന്നറിയാം. അതാണ് ഇവരുടെ ഒരു ധൈര്യം. മനസ്സിലായോ? ചെയ്തു തീർക്കുന്നുണ്ടാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഫുൾഫിൽമെന്റിലോട്ട് എത്തിക്കാൻ നോക്കുന്നുണ്ട്.
എങ്ങനെയോ ആയിക്കോട്ടെ, ഏത് രീതിയിലാണെങ്കിലും, അത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ചില സമയത്ത് മാനസിക വിഷമം നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കാറുണ്ട്. ഉറക്കക്ഷീണം അല്ലാന്നുണ്ടെങ്കിൽ തളർച്ച, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കാറുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും ഏങ്ങി വലിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പല കാര്യങ്ങളും പല രീതിയിലും ചെയ്ത് തീർക്കാറുണ്ട്. അതൊക്കെ ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ 1000 ഇരട്ടി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. സ്വന്തം കാര്യമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരിക്കലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി മാത്രമേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂ എന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ഏങ്ങി വലിഞ്ഞ് ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യം. ജീവിക്കുക, നല്ല രീതിക്ക് അന്തസ്സായിട്ട് തന്നെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. വളരെ നല്ല കാര്യം. ഓക്കെ, ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഇത് സ്വന്തം ഭാര്യ, ഭർത്താവ് അങ്ങനെയൊക്കെ രീതിയിൽ കൺസിഡർ ചെയ്ത വ്യക്തികളായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഭാര്യനെ പോലെ ഭർത്താവിനെ ഒക്കെ പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നിങ്ങൾ അങ്ങനെയാണ് കണ്ടത്. ഒരു ഷോൾഡർ, നിങ്ങൾക്കൊരു ഷോൾഡർ, നിങ്ങൾക്ക് താങ്ങാകാൻ, തണലാകാൻ, ഒരു സംരക്ഷണം, ഒരു ദുഃഖം വരുമ്പോ ഒന്ന് ചായാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു മഴ വരുമ്പോ നനയാൻ നമ്മൾ കുടയെടുക്കുന്ന പോലെ ഒരു എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു കാര്യം, അതൊക്കെ നിങ്ങൾ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നല്ല രീതിക്ക് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ സംരക്ഷണം, സമാധാനം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണോ ഒരു വ്യക്തി ചെയ്യേണ്ടത് അതെല്ലാം നിങ്ങൾ നല്ല രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് സ്നേഹപരമായിട്ടും സന്തോഷപരമായിട്ടും സമാധാനപരമായിട്ടും പൈസ സംബന്ധമായിട്ടും എല്ലാ അർത്ഥത്തിലും നിങ്ങൾ നല്ല രീതിക്ക് നല്ല പോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സംഭവിച്ചത്, ഞാൻ ആ ഒരു എക്സാമ്പിൾ പറയാം. മഴ വന്നു, നിങ്ങൾ കുടയായിട്ട് നിന്നു, പക്ഷെ മഴ തീർന്നു, കുട മടക്കി. അതാണ് ഇവിടെ സംഭവിച്ചത്. മഴ വരുമ്പോ കുട വേണം, മഴ തീർന്നു കഴിഞ്ഞാൽ കുട വേണ്ട. കുട നമുക്കൊരു ഇറിറ്റേഷൻ ആവൂലേ? അയ്യോ, ഇത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി വെച്ചാൽ മതി. അയ്യോ, ഇനി ഇത് എവിടെ വെക്കും? കാറിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റുമോ? അല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റുമോ? പക്ഷെ മഴ വരുമ്പോ വേണം, അല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ള വെയിൽ വരുമ്പോ വേണം. നിങ്ങൾ സംരക്ഷണം ആരുടെ നിന്ന് ആഗ്രഹിച്ചോ, പക്ഷെ അവർക്ക് സംരക്ഷണവും അവർക്കുള്ള അവരുടേതായിട്ടുള്ള ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടലുകളായിരിക്കാം, ആ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെ നിന്നുള്ള നെഗറ്റീവ് ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിലും അത് കയ്യിൽ നീട്ടി സ്വീകരിച്ചത് നിങ്ങളാണ്. നിങ്ങളെല്ലാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. സ്നേഹിക്കാൻ അറിയാവുന്നവരുമാണ്, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവരുമാണ്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പല കാര്യങ്ങളും അല്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫ്യൂച്ചർ ആയിരുന്നില്ല. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കയറിയപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഫ്യൂച്ചർ ആയിരുന്നില്ല നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ ഏതൊക്കെയോ രീതിയിൽ ഇപ്പൊ ഒരു എന്താ പറയാ, ഒരു ട്രെയിൻ പോകുമ്പോൾ അതേ ട്രാക്കിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നേരായ ട്രാക്കിൽ കൂടിയാണെങ്കിൽ ഓക്കെ. ഒരു ട്രാക്ക് തെറ്റിക്കഴിയുമ്പോൾ, പാളം തെറ്റിയ ട്രെയിൻ പോലുള്ള ഒരു അവസ്ഥ ചെറുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ബാധിച്ചു. ഒരു 80% ആളുകൾക്കും നല്ല രീതിക്ക് നിങ്ങളെ ഇട്ട് കുടഞ്ഞ പോലെയുള്ള ഒരു അവസ്ഥ ബാധിച്ചിട്ടുണ്ട്. ബാക്കി ഒരു 20% കുഴപ്പമില്ല, ഇങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്ന പോലെയുള്ള ഒരു അവസ്ഥയും കാണിക്കുന്നുണ്ട്. അതായത് ചട്ടിയും കലം ആകുമ്പോൾ തട്ടിയും മുട്ടിയും പോകും, പക്ഷെ കുറച്ചും കൂടി ഒച്ചത്തിലുള്ള ഒരു തട്ടിയും മുട്ടലും ആണ് ആ 20% ആളുകൾക്കും ഉള്ളത്.
ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.